ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് ബീച്ച് ഫെസ്റ്റ് കാണാൻ പോവാണ്. ഞാനുണ്ട്, ഐരക്കുട്ടനുണ്ട്. ഐര, നമ്മൾ എവിടെ പോവാ? ഐര തത്തയെ കാണാൻ പോവാണോ? ആഹാ. അപ്പൊ ഞാനേ ഐറ അപ്പം കൂടെ ബീച്ച് ഫെസ്റ്റ് കാണാൻ പോണ. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. മേടിച്ചു വാ. ഞങ്ങൾ അവതാർ എക്സിബിഷൻ കാണാനായിട്ട് അതുവഴി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഐറപ്പൻ ഒരു കട കണ്ടത്. അവൾ അവിടെ എന്തോ കണ്ടിട്ടുണ്ട്, എന്തോ വേണമെന്ന് പറഞ്ഞ് കൈയൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായില്ലായിരുന്നു. പിന്നെ അവൾ അവിടെ ചെന്ന് ചൂണ്ടി കാണിച്ചപ്പോഴാണ് മനസ്സിലായത്. അവൾക്ക് ബബിൾസ് വരുന്ന ടോയ് വേണമെന്ന് പറഞ്ഞായിരുന്നു വാശി. ടോയ് ഇട്ടിവിടെ ആള് ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ബീച്ച് സൈഡിൽ കൂടെ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് കാണാനുണ്ട്. അത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൈ ഡൈനിങ് ഒക്കെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഐറക്കൊണ്ടുമായിട്ട് വന്നുകൊണ്ട് കുറച്ച് റിസ്ക് ആണ്. അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കുറവായതുകൊണ്ട് അവളെ വെച്ചുകൊണ്ട് പോകാനായിട്ട് കുറച്ച് റിസ്ക് ആയിരുന്നു. ഏകദേശം ഒരു 300 റേറ്റ് ആണ് ഇതിന് വരുന്നതെന്നാണ് ഞാൻ കേട്ടത്. ബട്ട് നെക്സ്റ്റ് ടൈം ഐറില്ലാണ്ട് വരുമ്പോൾ കയറാം. ഞങ്ങൾ നടന്നപ്പം അത്യാവശ്യം നല്ല വലിയ ക്യൂ ആയിരുന്നു. ബട്ട് കഴിഞ്ഞ ദിവസത്തെ അത്രയും ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ കൂടുതൽ ആളുണ്ടായിരുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. എന്നാലും അത്യാവശ്യം ക്രൗഡുണ്ട്. ക്രൗഡ് കുറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയിട്ട് ബീച്ച് ഫെസ്റ്റിന് പോകുന്നത്. കൊച്ചും കൂടെ ഉള്ളതല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്നോർത്താണ് ഇത്ര ലേറ്റ് ആയിട്ട് പോയത്. ജിസ്മിനെ ടിക്കറ്റ് എടുക്കാൻ വിട്ടിട്ട് ഞാനും വരും കൂടെ മുന്നോട്ട് കിടന്നു. അവൾ കിങ് കോങ്ങിനെ കാണണമെന്ന് പറഞ്ഞു. കിങ് കോങ്ങിനെ വലിയ അതിശയത്തോടെ അവൾ നോക്കുന്നത്. 2 ടിക്കറ്റിനും കൂടെ 200 പൈസ. കുഴപ്പമില്ലാത്ത പ്രൈസാണ്. നമുക്കിനി ആത്ത് എന്താന്ന് പോയി നോക്കാം. ഇവിടെ തത്തയുണ്ടല്ലോ, തത്തയുണ്ടല്ലോ. ആരാ ആരാ? കിളിയുണ്ട്, കിളി. കിളി കിളി 1 2 എനിക്ക് എത്ര കയ്യല്ലോ? കയ്യെ തരാൻ കേട്ടോ, അത് വരും കേട്ടോ. അങ്ങനെ ഒത്തിരി വെറൈറ്റി ബേഡ്സ് ഒന്നുമില്ല. കുറേ ലവ് ബേഡ്സും തത്തയും അങ്ങനെയുള്ള കുറേ പക്ഷികൾ മാത്രമേ ഉള്ളായിരുന്നു. ഐറ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് പക്ഷികളെന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ പക്ഷികൾ മാത്രമല്ല, ഇവന്മാരും ഉണ്ടായിരുന്നു. സംസാരിക്കൂ. ഹലോ ഹലോ ഹായ് ഹലോ ഹലോ. കാണാം. ഓ, വലിയ വലിയ അവതാറുണ്ട്. നമ്മള് സിനിമ കാണത്തില്ലേ? സിനിമ കാണത്തില്ലേ? ഇത് അങ്ങോട്ട് നോക്കിക്കേ. അയ്യോ, എന്താ അത്? എന്താ അത്? ഇത് നോക്കിയാ പറക്കുന്നുണ്ടോ? വലിയ പക്ഷി. ഇത് അവതാറിൻ്റെ സെറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്ലൂ നിറവും ആ ക്യാരക്ടറും എല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഐറയ്ക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഐറയ്ക്കെന്ന് പറഞ്ഞാൽ ഈ അവതാർ കുറച്ച് ഇഷ്ടമാണ്. അവൾ എപ്പോൾ മൂവി ഇട്ടാലും അത് ഇരുന്ന് കാണുമായിരുന്നു. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ 360 വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത്.
കുറേ കാലമായിട്ട് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ എല്ലാം താണ്ടി നമ്മൾ അകത്ത് കയറി. ഐറക്കുട്ടനെ കാണാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരം അവളെ തല വെച്ചോണ്ടിരുന്നു. അവൾ പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു കണ്ട. അത്ഭുതത്തോടെ അവൾ നോക്കിക്കൊണ്ടിരുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും പറയാനില്ല, സൂപ്പറായിരുന്നു. ആ 100 രൂപയ്ക്ക് ഇത്ര എക്സ്പീരിയൻസ് കിട്ടിയത് വെർത്ത് തന്നെയാണ്. പിന്നെ അയർക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന് വെച്ചു. ഐസ്ക്രീം കാണിച്ചേ. അപ്പക്ക് തരുവോ? തരത്തില്ലേ? ഇത്തിരി തരുവോ? നിനക്കാണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ആണോ? ഇത്തിരി ടേസ്റ്റ് ഉണ്ടോ? അപ്പക്ക് ഇത്തിരി തരുവോ? ഇത്തിരി തരുവോ? ഐറ റോബോട്ടാണോ? ആ റോബോട്ട് ഷെയ്ക്കേണ്ടി വരുമ്പോ ഐസ്ക്രീം കഴിച്ചിട്ടേ ഇല്ലേ? ഐസ്ക്രീം പിടിച്ചോണ്ടേ അല്ലാതെ. ചെല്ലി ഷെയ്ക്കേണ്ടി വിടും. ഹായ് പറഞ്ഞേ. ടാറ്റ കൊടുത്തല്ലേ? ടാറ്റ ഉണ്ടോ? ടാറ്റ ഒന്നുണ്ടോ? ആദ്യമേ പേടിയൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ അവൾ റോബോട്ടുമായിട്ട് കളിക്കാൻ തുടങ്ങി, എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് പോകണ്ടെന്നൊക്കെ ഉള്ള ഒരവസ്ഥയായി. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് കൊണ്ടുപോയി. ഞങ്ങൾ കയറിയത് ഫുഡ് എക്സ്പോ, പാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമുള്ള ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ കയറിയത്. ഈ ഏരിയയാണ് എന്നെ കുട്ടിക്കാലത്തോട്ട് കൊണ്ടുപോയത്. കുട്ടിക്കാലത്ത് കണ്ടു മറന്ന ആ മുട്ടായികളെല്ലാം ഇവിടെ കാണാൻ സാധിച്ചു. നിങ്ങളൊന്ന് ഗസ് ചെയ്യും, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന്? നാരങ്ങ മുട്ടായി, ഗോൾഡൻ കോയിൻ മുട്ടായി, പിന്നെ ഇഞ്ചി മുട്ടായി, അങ്ങനെ ഒത്തിരി വെറൈറ്റി പഴയ മുട്ടായികളെല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പം പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. പിന്നെ കുറേ വെറൈറ്റി അച്ചാറുകൾ കണ്ടേ. അപ്പം തന്നെ വായിലൂടെ വെള്ളം കയറി. അതെല്ലാം അടക്കി പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നെ ബജി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവളുടെ പ്രായത്തിലുള്ളവർക്ക് ഇത് കയറാൻ പറ്റില്ലെന്ന് ആ ചേച്ചി പറഞ്ഞായിരുന്നു. പക്ഷേ ഇവക്ക് ഒരേ നിർബന്ധം കയറണമെന്ന്. അപ്പം ഞങ്ങൾ ഓർത്തു കയറി താഴെ നിന്ന് അവളിങ്ങ് പോരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നടന്നതൊന്നുമല്ല. അവള് ഭീകരി കേട്ടോ.
അയറ മോളെങ്കി വാ, വീഴുവോ? കേറി പോന്നടി. എനിക്കതാ പേടി. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കഴിഞ്ഞാൽ അവള് അതിസാഹസികമായി മേളിൽ ചവിട്ടി കയറി. അവൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും പേടിയാ, പുറകോട്ട് മറിയുമോ, തെന്നിപ്പോരുമോ, ഇനി ഞാൻ അവിടെ കയറേണ്ടി വരുമോ, ആകെ കൺഫ്യൂഷനായിട്ടിരുന്നു. പക്ഷെ അവള് എങ്ങനെയൊക്കെയോ പിടിച്ച് മേളിൽ കയറി. സൂപ്പർ സൂപ്പർ. ഇനി തെന്നി വാ. ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല കയറുമെന്ന്. അറിയില്ലേ, തലകുത്തി വീഴായിരുന്നു. ഇരി 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 ഇരിക്കേ. തെന്നി വാ, തെന്നി വാ, മുന്നോട്ട് വാ. ഇരിടി, അങ്ങനല്ല, അങ്ങനെ ഇരുന്നെങ്കി വാ. വാ, ഇങ്ങ് വാ. അപ്പനെ അവിടെ വരെ കേട്ടില്ല, ഇങ്ങ് വാ. അങ്ങനല്ല, അങ്ങനല്ല. ആ ഇരി ഇരി, എന്നിട്ട് മുന്നോട്ട് വാ. കൺഫ്യൂഷൻ ആയോടി. നമ്മൾ അങ്ങനെ വീഴുവോ? ആ അങ്ങനെ പോരെ പോരാ, പോരെ പോരാ. ഓ സൂപ്പർ. അവളത് അടിപൊളിയായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഹോഴ്സ് റൈഡിങ് ഞാനും അയറും കൂടെ ആയിരിക്കും പോകുന്നത്. നല്ല പേടിയുണ്ടായിരുന്നു മനസ്സിനുള്ളിൽ. കൊച്ചുമായിട്ടല്ല പോകുന്നത്, കൊച്ചെങ്ങാനും മറിയുമോ, ഈ കുതിര എങ്ങാനും കുതിര കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ വീഴും, അങ്ങനെയൊക്കെയുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം നല്ല കൂളായിട്ട് പോയി. കുതിര റൈഡ് നല്ല അടിപൊളിയായിരുന്നു. അയറ നല്ല പക്കയായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു അവളുടെ ആദ്യത്തെ ഹോഴ്സ് റൈഡിങ് ആണത്. അവിടെ ഇരുന്നിട്ട് നല്ല ബോറടിയാന്ന് തോന്നുന്നു. അവരവിടെ നിന്ന് കറങ്ങി കറങ്ങി മടുത്ത്. കൂടെ നിൽക്കുന്ന അപ്പുവാണെങ്കിൽ കട്ടയ്ക്ക് മടുത്ത്. നോക്ക്, അവൾ ഓൾമോസ്റ്റ് മടുത്തിരിക്കുകയാണ്. ആയിക്കോട്ടെ എടുത്തു. കഴിഞ്ഞ മുല്ലയ്ക്കച്ചെറുപ്പിൽ നമ്മൾ പോയപ്പം അയറക്കുട്ടനെ ഇത് ചാടാൻ ഭയങ്കര പേടിയായിരുന്നു, പേടിച്ചാണ് നിന്നിരുന്നത്. അതെല്ലാം മാറിയിട്ടുണ്ട്, അവൾക്ക് ധൈര്യമായിട്ട് ചാടാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യുക. സമയം ഒത്തിരി വൈകിയായിരുന്നു. അപ്പം ഞങ്ങൾ ബീച്ചിന് തന്നെ ഫ്രണ്ടിലുള്ള താഫി കയറാമെന്ന് വെച്ചു. ഇതുവരെ കയറിയിട്ടില്ല, ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അതിനെ മടുത്തു പോയോ? കുറേ നേരം നോക്കി നിന്നിട്ട് പ്ലേറ്റ് വന്നു, പക്ഷെ ഫുഡ് വന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവസാനം മന്തി എത്തി. മന്തിയെല്ലാം കഴിച്ചു. ഓക്കെ കൊള്ളാം. ബൈ ബൈ, ഇനി നാളെ കാണാം. എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ ബൈ ബൈ ബൈ. സൈൻ ഓഫ് ഫ്രം എ വ്ളോഗ്സ് എന്ന് പറ. ബൈ ബൈ.